എറണാകുളം ആലുവയിൽ യുവതിക്ക് സഹോദരന്റെ ക്രൂരമർദ്ദനം. സ്വർണ്ണമാല മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചാണ് ആലങ്ങാട് സ്വദേശി ജോമോൾക്ക് സഹോദരൻ ജോയ്സനും ഭാര്യയും ചേർന്ന് മർദ്ദിച്ചത്. ജോമോളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് അതിനുശേഷം ചേരും. അതെ സിന്ധൂരി, ഇത് ആലുവയ്ക്കും പറവൂരിനും ഇടയിൽ ആലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഇന്നലെയായിരുന്നു ഈ മർദ്ദനത്തിന് ആസ്പദമായ നടന്നത്. ഇത് ജോമോൾ എന്ന് പറയുന്ന ആലങ്ങാട് സ്വദേശിനിയെയാണ് മർദ്ദിച്ചത്. മർദ്ദിക്കുന്നത് ഈ ജോമോളുടെ തന്നെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ചേർന്നാണ് മർദ്ദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ജോമോൾ എന്ന് പറയുന്ന ഈ യുവതിയുടെ കൈവശം അവരുടെ അമ്മ നൽകിയ 10 പവൻ്റെ മാല കൈവശമുണ്ടായിരുന്നു. ഈ മാല തനിക്ക് നൽകണം എന്ന് സഹോദരൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് ജോമോൾ തയ്യാറായില്ല. ഇത് വലിയൊരു വിരോധമായി ഇയാളുടെ മനസ്സിൽ കിടന്നു. അതിനുശേഷം ഇയാളുടെ ഈ സഹോദരൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാല ഈ ജോമോൾ മോഷ്ടിച്ചു എന്ന തരത്തിൽ പ്രചാരണം നടത്തുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ വ്യാജമായ ആരോപണവും മർദ്ദന ശ്രമവും ഒക്കെ ഉണ്ടായപ്പോൾ ഈ ജോമോൾ കൂട്ടുകാരിയെ വിളിച്ചു വരുത്തി സഹോദരനെതിരെ പോലീസ് സ്റ്റേഷനിൽ ാണ് ജോമോളെ ഈ സഹോദരൻ അതിക്രൂരമായി മർദ്ദിച്ചത്. ആ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അവിടെ മോഷണമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് ഇത്രയും വലിയ മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ മർദ്ദനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജോമോളുടെ പരാതിയിൽ സഹോദരൻ ജോയ്സിനെതിരെയും ഇയാളുടെ ഭാര്യയ്ക്കെതിരെയും ആലുവ വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി ഉമേഷ്, ക്രൂരമായ മർദ്ദനമാണ് സഹോദരനിൽ നിന്നും ജോമോൾ എന്ന ആലങ്ങാട് സ്വദേശിനിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. സ്വർണം മോഷ്ടിച്ചു എന്ന വ്യാജ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുടുംബ വൈരാഗ്യത്തെ തുടർന്ന് മർദ്ദനം നടന്നിരിക്കുന്നതെന്നാണ് പോലീസിന്റെ FIR. വിവരങ്ങളാണ് ഉമേഷ് പങ്കുവച്ചത്.